കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. അൾത്താരയിലേക്ക് ഈശോയുടെ സാന്നിധ്യം ഒരിക്കൽ കൂടി ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം. സ്ലിഹന്മാരൊക്കെ ആരാധിച്ചതുപോലെ, പ്രാർത്ഥന നിറഞ്ഞു നിന്ന, ആത്മീയ വരങ്ങളാൽ നിറഞ്ഞു നിന്ന അപ്പോസ്തലിക സഭ ആരാധിച്ചതുപോലെ, വിശുദ്ധർ ആരാധിച്ചതുപോലെ, രക്തസാക്ഷികൾ ആരാധിച്ചതുപോലെ ഈശോ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് ഈശോയെ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഒട്ടുമേലായിരുന്നുകൊണ്ട് തന്നെ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് സകല മാലാഖമാരുടെ വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കും. ശക്തിയോടെ കരങ്ങളടിച്ചു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മൂക്കം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മൂക്കം കണ്ട് ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളി ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളഴിയും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം ആരാധനയിങ്കൽ, മൺകുടമുടയി തീ കത്തിയിടും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം ആരാധനയിങ്കൽ, മൺകുടമുടയി തീ കത്തിയിടും ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാൽ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരൽ മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാൽ ആരാധിച്ചപ്പോൾ 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 ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്നേ. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഈ സമയം മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഞങ്ങളെ സ്നേഹിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കാൻ, വേണ്ടവിധം ആരാധിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. രണ്ട് കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആവുന്നത്ര സ്വരത്തിൽ ശക്തമായിട്ടൊന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരാധിക്കുമ്പോൾ വിടുതലുകൾ ഞങ്ങളിലേക്ക് വരട്ടെ, ബന്ധനങ്ങളെല്ലാം ഞങ്ങൾ അഴിയട്ടെ. ഈശോയെ ആരാധിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, ആത്മീയ വരങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടട്ടെ.
തിന്മയെ ചെറുക്കാൻ സർവ്വവിധ ആയുധങ്ങളാൽ ഞങ്ങൾ പൊതിയപ്പെടട്ടെ. ആത്മാവിൽ പൂരിതരായി ആത്മാവിൽ ശക്തിപ്പെടാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ. ആരാധിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ. കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയെ നോക്കി കർത്താവിന് പൂർണ്ണമായ ആരാധന നമുക്ക് കൊടുക്കാം. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈശോയാണ്. മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കേണ്ട, മറ്റൊരു ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരേണ്ട. വരുന്ന ചിന്തകളെല്ലാം പ്രാർത്ഥനയായിട്ട് തിരുസനിലേക്ക് കൊടുക്കുക. ഈ സമയം ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ അവിടുത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, നമുക്കിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന ഈശോയെ ആരാധിക്കുക. മുൻപിലുള്ള വഴികൾ, ആ വഴികളിലെ തടസ്സങ്ങളിലേക്ക് നോക്കാതെ ഈ തടസ്സങ്ങളെ മാറ്റാൻ പറ്റുന്നവനെ ആരാധിക്കുക. നമ്മുടെ മുമ്പിൽ കുറവുകളിലേക്ക് നോക്കാതെ ഈ കുറവുകളെ നിറവുകളാക്കാൻ പറ്റുന്ന ഈശോയെ നോക്കുക, ഈശോയെ ആരാധിക്കുക. കർത്താവിൻ്റെ മുമ്പിലേക്ക് എല്ലാം കൊടുത്തേ. നാളിതുവരെ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹത്തിനും ഇന്ന് ഈ ഒരു ദിവസം, ഈ ഒരു കഴിഞ്ഞൊരാഴ്ച, കഴിഞ്ഞൊരു മാസക്കാലമൊക്കെ ഈശോ തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുക. ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. സങ്കടപ്പെടുത്തുന്നുണ്ടായിരിക്കും, ചിലർക്ക് വലിയ പ്രത്യാശ നൽകുന്ന അനുഭവങ്ങളായിരിക്കും. ഒത്തിരി അനുഭവങ്ങളുണ്ടായി. എല്ലാത്തിലും ഈശോയെ കാണാൻ പരിശ്രമിക്കുക. ഫൗസ്ത്യനാമ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. എങ്ങനെ സഹിക്കണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഈശോ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മോനെ ഈ കടത്തെ എങ്ങനെ സഹിക്കണം, ഈ ജോലിയില്ലാത്ത അവസ്ഥയെ മോളെ എങ്ങനെ സഹിക്കണം, എങ്ങനെ അതിജീവിക്കണം പഠിപ്പിച്ചു തരുന്ന ഈശോയാണ്. ഈശോ തന്നെ നോക്ക്, നല്ലൊരു ഗുരുനാഥനാണ്. 3 വർഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുക മാത്രമല്ല, ഇപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ഗുരുനാഥൻ കൂടിയാണ്. ഈശോ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണ് സഹനങ്ങളെ അതിജീവിക്കാൻ. ഈ ഒരു യുദ്ധം മുമ്പോട്ട് ചെയ്യാൻ ഈശോ തന്നെ നമ്മളെ സഹായിക്കും, പഠിപ്പിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന യുദ്ധങ്ങൾ, ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾ, സഹനങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോ സഹായിക്കും, പഠിപ്പിക്കും. ഈ കടത്തെ നീ എങ്ങനെ അതിജീവിക്കണം, ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ അതിജീവിക്കണം, ഈ തെറ്റിദ്ധാരണ, കളിയാക്കൽ എങ്ങനെ അതിജീവിക്കണം ഈശോ പഠിപ്പിച്ചു തരും. ഈശോയുടെ സ്കൂളിൽ ചേരുക. ഫൗസ്ത്യനാമ ചേർന്ന പോലെ ഈശോയുടെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേരുക. ഈശോട് പറ, ഈശോയെ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഫൗസ്ത്യനാമ പറഞ്ഞ പോലെ ഈശോട് പറ, അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. അവൻ ഈ കടത്തെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല കേട്ടോ. ഈശോയുടെ മുമ്പിലിട്ട് അത് കൊടുത്തിട്ട് പറ, കർത്താവേ ഈ കടം എൻ്റെ മുമ്പിൽ ഇത്രയും വലുതാണ്, പക്ഷെ അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ യുദ്ധം അതിജീവിക്കും. ഇപ്പോൾ ഒരു വലിയ സങ്കടത്തിലാണ്, കുടുംബം മുഴുവൻ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോവാണ്. അതിനെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇതിപ്പം തന്നെ ആരാധനയിൽ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. കർത്താവെ ഞാൻ തോറ്റു നിൽക്കുകയാണ്, നീ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, സഹായിക്കും. സങ്കീർത്തനം 108:13 കർത്താവ് തന്നെയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ധീരമായിട്ട് പൊരുതും, മുമ്പോട്ട് നീങ്ങും. അവിടെ നിന്നാണ് നമ്മുടെ ശത്രുക്കളെ ചവിട്ടിമെത്തിക്കുന്നത്. കുടുംബാംഗങ്ങൾ ചേർന്നത് പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് ആരാധന പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സിലൊന്ന് കൊണ്ടുവന്ന് ഈ യുദ്ധം നിങ്ങൾ ഒരുമിച്ച് ജയിക്കണ്ടേ. കർത്താവ് സകല ആയുധവും തന്ന് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് സഹായിക്കും ഈ യുദ്ധത്തെ അതിജീവിക്കാൻ. വലതുകരൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നാളിതുവരെ എത്രയോ യുദ്ധങ്ങൾ നമുക്കുണ്ടായി, ആരോടും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുണ്ട്. നാളെ പുതിയ യുദ്ധങ്ങൾ, പുതിയ സങ്കടങ്ങൾ, വേദനകളൊക്കെ വന്നേക്കാം. ആത്മധൈര്യം വേണം, വരങ്ങൾ വേണം. ഈ തിന്മയെ ചെറുക്കാൻ ആത്മീയ യുദ്ധത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഭൗതിക യുദ്ധങ്ങളും കൂടി ഉണ്ടാകും. അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ എല്ലാ ആയുധങ്ങളും നമുക്ക് വേണം. ഇതുവരെ സഹായിച്ചതിന് നന്ദി പറയും. കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടി. ഈശോയെ ശക്തി തരണേ, എൻ്റെ കരങ്ങൾ തളർന്നു പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കൂടെ ഈ കരം പിടിക്കാൻ എനിക്ക് ആരുമില്ല. പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്, കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പഴയ പോലെ ഒരു ആത്മീയ ജീവിതം എനിക്കിപ്പോൾ പറ്റുന്നില്ല, പഴയ പോലെ ഒരു വിശ്വാസം എനിക്കില്ല. ഒരു സങ്കടം വരുമ്പോൾ, രോഗം വരുമ്പോഴൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവാണ്. സഹായിക്കണേ. എന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ.
ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് ആത്മാവേ വരങ്ങളാ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് എല്ലാ നിയോഗങ്ങളും തിരുസന്നിലേക്ക് കൊടുക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന വിവിധ മേഖലകൾ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ തന്നെ വ്യക്തിപരമായ നിയോഗങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ജോലി, പഠനം, ശുശ്രൂഷകൾ, മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, ജീവിത പങ്കാളി, മാതാപിതാക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഭവനത്തെ കൊടുക്കുക, ഭവനത്തിൻ്റെ 4 അതിരുകളെ, താമസിക്കുന്ന ഇടങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് കൊടുക്കുക. ഭൗതികമായ കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഈശോയെ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശോയോട് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് എന്നെ ഒന്നും കൂടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കിട്ടിയിരിക്കുന്ന വരങ്ങൾ തെളിഞ്ഞു കിട്ടാൻ, പൊതു നന്മയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവെ വരങ്ങളും ദാനങ്ങളും കൂടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിലാണ് കൃപകൾ കൊടുക്കുക, വരങ്ങൾ കൊടുക്കുക. നീ ചെയ്യേണ്ട ഈ യുദ്ധത്തിൽ നിന്നെ ശക്തയാക്കുന്ന ആത്മീയ ആയുധങ്ങൾ പരിശുദ്ധാത്മാവ് തരും. ചോദിക്കണം, കിട്ടും, ഉപയോഗിക്കണം. വലിയൊരു യുദ്ധത്തിലാണ്. ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. തിന്മയ്ക്കെതിരെ പോരാടാൻ സർവ്വ ആയുധങ്ങളും കൊണ്ട് സജ്ജരായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ആത്മാവിൽ നിരന്തരം നീ പ്രാർത്ഥനയിലായിരിക്കണം. കുടുംബത്തിന് വേണ്ടിയോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയിലെല്ലാം ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കണം. ആത്മാവിൽ അവർ ധൈര്യപ്പെടണം, ആത്മാവിൽ അവർ പൂരിതരാവണം. ഗിദെയോനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ സാംസണെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, ന്യായാധിപന്മാർ 14:6. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു, ഒരു കുഞ്ഞാട്ടുംകുട്ടി എന്ന പോലെ സിംഹത്തെ അവൻ ചീന്തിക്കളഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള സങ്കടങ്ങളുടെ സിംഹം, നമ്മുടെ മുമ്പിലുള്ള വേദനകൾ നമുക്ക് നേരെ ഇങ്ങനെ അലറി നിൽക്കുമ്പോൾ അതിനെയൊക്കെ ചീന്തിക്കളയാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി നിറയണം. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് ആത്മീയ ശക്തി ആദ്യം അയക്കണമേ. ആത്മീയ വരങ്ങളാൽ ആദ്യം നിറയ്ക്കണമേ. ഭൗതികമായ ആവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ളപ്പോഴും, ആവശ്യങ്ങൾ നടന്നാൽ തന്നെ നടന്നില്ലെങ്കിൽ പോലും ആത്മീയ വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവാം ദൈവമേ വരണമേ. ഇരടികൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം, ഈശോയെ നോക്കിക്കൊണ്ട്. ആ ഈശോയുടെ കൃപ, ഈശോയിൽ നിറഞ്ഞു നിന്ന ആത്മീയ ശക്തി, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ശക്തമായ ആവാസം എല്ലാം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലൂക്ക 4:14 നമ്മളിങ്ങനെ വായിച്ചു. ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു, ആത്മാവിൽ ശക്തിപ്പെട്ട് ദൗത്യം ആരംഭിക്കുന്നു. അവൻ്റെ കീർത്തി ചുറ്റുമെങ്ങും വ്യാപിക്കുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം 100 മേനി അഭിഷേകമാകണമെങ്കിൽ ആത്മാവിൽ ശക്തിപ്പെടണം. ഇരടികൾ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. ദാഹിക്കുന്നുണ്ട് ഞാൻ, ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ, എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നിറയണമേ. പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്ത അനുഭവം തരണേ,
പരിശുദ്ധാത്മാവേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. ആത്മാവ ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ത്യാഗത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കും. ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൽത്താരിൽ ഈശോയെ കാണുക. എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഈശോയെ കൊടുക്കുക. ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ എല്ലാം ഈശോയ്ക്ക് അറിയാം. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കർത്താവ് ഒരുക്കിയിരിക്കുന്നു. വരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയെ വളർത്താൻ ഒരാത്മീയ അഭിഷേകം, ഒരാത്മീയ വരം എനിക്ക് നൽകണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. കുടുംബത്തെ നയിക്കാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ, വചനം പഠിക്കാൻ, വചനം വ്യാഖ്യാനിക്കാൻ, വചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. സുവിശേഷത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ സുവിശേഷം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആയിരിക്കുന്ന ഇടങ്ങൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ആയിരിക്കുന്ന രാജ്യങ്ങൾ എല്ലായിടത്തും ഈശോയുടെ അഭിഷേകത്തിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുക. ജോലിയില്ലാത്തൊരു ഈ സമയം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ജോലിയിലൂടെ അങ്ങേ മഹത്വപ്പെടുത്താൻ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കുക. ഉദരഫലം അങ്ങയുടെ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞിനെ കിട്ടുന്ന വഴി അങ്ങേ മഹത്വപ്പെടുത്തി അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ സഭയെ വളർത്താൻ സഹായിക്കണമേ. വിവാഹം നടക്കുന്നില്ലാത്തവർ പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങയുടെ സഭയുടെ ഭാഗമാകാൻ, പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ട് സ്നേഹത്തിൽ ഒരു കുടുംബത്തെ വളർത്തിയെടുക്കാൻ എനിക്കൊരു ജീവിത പങ്കാളിയെ അങ്ങ് നൽകണമേ. രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ആഗ്രഹിക്കണം. കർത്താവെ, ഈ രോഗസൗഖ്യത്തിലൂടെ അനേകം മക്കളുടെ മുറിവുകൾ ഉണക്കാൻ ഒരു ആത്മീയ വരം എനിക്ക് നൽകണമേ. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുക. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ? വീട് പണി പൂർത്തിയായിട്ടില്ല. ഈശോയെ, വീട് പണി പൂർത്തിയാകണം. എന്തിനാ? ഈ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഈ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടക്കണം. അതിനുവേണ്ടി ഈ വീട് പണി അങ്ങ് പൂർത്തിയാക്കി തരണം. ജോലി നഷ്ടപ്പെട്ടു, ജോലിയെക്കുറിച്ചുള്ള ഭയങ്ങൾ, പഠിത്തം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കർത്താവെ, എല്ലാം അങ്ങേ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരാത്മീയ വരമായി മാറാൻ വേണ്ടി എൻ്റെ ഈ ഭൗതിക ആവശ്യങ്ങൾ പോലും അങ്ങ് സാധിച്ചു തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് ഈ സമയം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെല്ലാം ആശീർവദിക്കാൻ വേണ്ടി ഒരുങ്ങാൻ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയെ, നാളിതുവരെ തന്നതിനെല്ലാം എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ആത്മീയ വരങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ശക്തമായി യുദ്ധം ചെയ്യാൻ, കൂടുതൽ ശക്തമായിട്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ, കൂടുതൽ ശക്തമായി ദൈവരാജ്യം വളർത്താൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തോത്രം, ഈശോയേ സ്തോത്രം. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.